ഹായ് ഫ്രണ്ട്സ്, പതിവ് പോലെ കാലത്ത് തന്നെ എണീറ്റിട്ട് വേഗം അരിയൊക്കെ തിളപ്പിക്കാനായിട്ട് അടുപ്പത്ത് വെച്ചു. പിന്നെ ഞാൻ ചായയും വെച്ചു. മണിക്കൂട്ടന് ട്യൂഷന് പോയിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ നല്ല തണുപ്പല്ലേ, ഇന്നലെ വൈകിട്ട് വരെ ട്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ കാലത്ത് എണീറ്റിട്ടിരുന്ന് പഠിക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ കടലയാണ് കറി വെക്കണത്. കടലയും പുട്ടും പിന്നെ എനിക്ക് ഇടിയഞ്ചക്ക കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും ഉപ്പേരി ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ തലേദിവസം നുറുക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് വെച്ചു. പിന്നെ കടല വെക്കണത് എങ്ങനെയാണെന്ന് വെച്ചാൽ മുളക് പൊടി, മല്ലിപ്പൊടിയും ഇഞ്ചി വെളുത്തുള്ളിയും പിന്നെ പച്ചമുളകും ഗരം മസാലയുടെ പൊടി എല്ലാം ഇട്ടിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് കുക്കറിൽ വേവണ വരെ അടിച്ചെടുക്കും. എന്നിട്ട് അതിൽ നാളികേരം പെരിഞ്ജീരകം അരച്ചൊഴിക്കുകയാണ് ചെയ്യുക. നല്ല ടേസ്റ്റാണ്. എന്നിട്ട് വെറുതെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മല്ലിയില ഉണ്ടെങ്കിൽ ഇടാം, അല്ലെങ്കിൽ കരിവേപ്പിലയോ എന്തെങ്കിലും ഇട്ടാൽ മതി. അപ്പം അങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കണം. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റിലൂടെ പറയണം. നല്ല സുഖമായിട്ട് എളുപ്പമായിട്ട് വെക്കാൻ പറ്റും. നല്ല ടേസ്റ്റുള്ള കടലക്കറിയാണ്. ഇത്തിരി ഇങ്ങനെ ഗ്രേവിയൊക്കെ ആയിട്ട് കിട്ടുമെന്ന് വെച്ചാൽ സബോളയും തക്കാളിയൊക്കെ കൂടിയിട്ട് കുക്കറിൽ കിടന്ന് വേവുമ്പോഴേ പിന്നെ ഞാൻ അതൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് വേഗം ഞാൻ പുട്ടിനുള്ള പൊടി നനച്ചെടുക്കുകയാണ്. അപ്പോൾ ചെറു ചൂടുവെള്ളത്തിലാണ് നനച്ചെടുക്കണത്. എനിക്കിന്ന് ഇന്നലെ അമ്മയ്ക്ക് ചായയൊക്കെ കൊണ്ടുപോയ പോലെ ഇന്നും ചായയും പുട്ടൊക്കെ കൊണ്ടുപോകണം. അപ്പോൾ ചോറ് പിന്നെ ചേച്ചി ഉച്ചയ്ക്ക് വരും. അപ്പോൾ ചേച്ചി ചോറ് കൊണ്ടുവരും. അത് കാരണം അല്ലെങ്കിൽ പിന്നെ അവിടെ ചോറ് കിട്ടൂല, അപ്പോൾ വാങ്ങിച്ച് കഴിക്കാമല്ലോ. പിന്നെ അച്ഛനുണ്ട് അമ്മയുടെ അടുത്ത്. അപ്പോൾ വൈകിട്ട് പിന്നെ ആരും വേണ്ട. ഇപ്പോൾ ഓപ്പറേഷനൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ. ഇപ്പോൾ ഡേറ്റ് കിട്ടാനായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അങ്ങനെ പെരിഞ്ജീരകമൊക്കെ ഇട്ടിട്ട് നാളികേരം അരച്ചെടുത്തപ്പോഴേ അവിടെയൊക്കെ പോയി. ഞാൻ പറഞ്ഞിട്ടില്ലേ എൻ്റെ മിക്സിയുടെ വാഷർ കംപ്ലൈൻ്റാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ അതൊക്കെ ഒന്ന് തുടച്ചെടുത്തു. എന്നിട്ടാണ് പിന്നെ നാളികേരം ഒഴിക്കാമെന്നൊക്കെ വിചാരിച്ചത്. എന്നിട്ട് ഞാൻ വേഗം പുട്ടുണ്ടാക്കാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ പുട്ടിനുള്ള പൊടി ഞാൻ നോക്കിയപ്പോഴേ എങ്ങനെ നനച്ച് നോക്കുമ്പോഴും എനിക്ക് ചിലപ്പോൾ കുറഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട് ആ പാക്കറ്റ് മുഴുവൻ എടുത്തു. ഞാൻ അത്ര എടുക്കാറില്ല, എന്താണെന്ന് വെച്ചാൽ അമ്മയ്ക്ക് കൊണ്ടുപോകണ്ടേന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ ഇത്തിരി അധികം പൊടി എടുത്തു. എന്താണെന്ന് വെച്ചാൽ ബാക്കി കുറച്ച് പൊടി ബാക്കി വന്നു. അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു. വൈകിട്ട് വാവിച്ചിക്കോ മണിക്കൂട്ടനൊക്കെ ഉണ്ടാക്കി കൊടുക്കാമല്ലോ. ഉണ്ടാക്കി വെക്കണേക്കാളും ഭേദം നമ്മൾ വൈകിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ചൂട്ടോടക്കനെ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ വേഗം ഞാൻ പുട്ടൊക്കെ അടുപ്പത്ത് വെച്ചതിന് ശേഷം കടല തുറന്ന് നോക്കി. പിന്നെ ഇന്നലത്തെ ചെമ്മീനും മാങ്ങയും കറി വെച്ചതുണ്ടായിരുന്നു, അതും തിളപ്പിക്കാനായിട്ട് വെച്ചു. അപ്പോൾ അമ്മയ്ക്ക് നല്ല ഇഷ്ടമായി. അമ്മ വിളിച്ച് പറഞ്ഞു നല്ല രസമുണ്ടായിരുന്നു ചെമ്മീനും മാങ്ങിന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് കറിയും കൂടി ഉണ്ട് അമ്മ, ഞാൻ വരുമ്പോൾ കൊണ്ടുവന്ന് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വേഗം ഞാൻ അതൊക്കെ തിളപ്പിച്ച് അവിടെ മാറ്റി വെച്ചതിന് ശേഷം നാളികേരം പെരിഞ്ജീരകം അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല, അത് കടലയൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു, അതിലൊഴിച്ചു കൊടുത്തു. അപ്പോൾ അങ്ങനെ ഒഴിച്ചു കൊടുത്ത ഒരു പ്രത്യേക നല്ല മണമാണ്. ഞാനിത് യൂട്യൂബിൽ കണ്ടിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ കടല വെക്കാനായിട്ട് നോക്കിയത്. കുറേ പണിയൊന്നുമില്ല, സുഖമായിട്ട് നമുക്ക് ചെയ്യാം. എന്നിട്ട് പച്ച വെളിച്ചെണ്ണ ഇതുപോലെ കരിവേപ്പില ഇട്ടിട്ട് ഞാൻ ഒന്ന് തിളപ്പിച്ചെടുക്കും. അപ്പോൾ ഒരു നല്ല മണമാണ്, ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ മണം. എന്നിട്ട് ഞാനതൊരു പാത്രത്തിലേക്ക് പകർത്തിയെടുത്തു. പാത്രങ്ങൾ ഇപ്പോൾ കഴുകണില്ല, എല്ലാം പകർത്തി അവിടെ വെച്ചിട്ട് ലാസ്റ്റ് ഒരുമിച്ച് കഴുകാമെന്ന് വിചാരിച്ചു. ചിലപ്പോൾ ഞാൻ കൈയോടെ കഴുകും, ഒരു മൂഡ് തോന്നി, അല്ലെങ്കിൽ ഞാൻ വിചാരിക്കും എല്ലാ പാത്രങ്ങളും കൂടി ഒരുമിച്ച് കഴുകാമെന്ന്. അപ്പം അങ്ങനെ അതൊക്കെ പകർത്തി വെച്ചതിന് ശേഷം പിന്നെ ഇടിയഞ്ചക്ക ഞാൻ ആ കുക്കർ തന്നെ കഴുകിയെടുത്തിട്ട് ഇടിയഞ്ചക്ക ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് വേഗം ഞാൻ അതും മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിക്കാനായിട്ട് വെച്ചു. അപ്പോഴേക്കും പുട്ടൊക്കെ ആവി വന്നപ്പോൾ അത് ഞാൻ വേഗം കുത്തിയെടുക്കാനായിട്ട് നോക്കുകയാണ്. പിന്നെ എനിക്ക് മിറ്റടിക്കണം. വാവച്ചിക്ക് കാലത്ത് ഉച്ചയ്ക്കാണ് പരീക്ഷ, അത് കാരണം ചിലപ്പോൾ ആൾ മിറ്റൊക്കെ അടിക്കും, പക്ഷേ ചിലപ്പോൾ ആൾക്ക് മടിയാണ്. എന്നിട്ട് ഞാൻ വേഗം പുട്ടൊക്കെ എന്താണെന്ന് വെച്ചാൽ കിണ്ണത്തിലേക്ക് കുത്തിയത് എന്താണെന്ന് വെച്ചാൽ അതൊന്ന് ചൂടാറിയിട്ട് പ്ലേറ്റിലേക്ക് വേറെ കാസറോളിലേക്ക് മാറ്റാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ നമ്മൾ കാസറോളിലേക്ക് കുത്തുമ്പോഴേ അത് പൊടിയായിരുന്നു, അത് കാരണം ഞാൻ ഇങ്ങനെ ചെയ്തതാണ്. അതൊക്കെ കാപ്പിയൊക്കെ കുടിച്ചതിന് ശേഷം ഞാൻ വേഗം പോയിട്ട് മിറ്റൊക്കെ അടിച്ചു. അപ്പം അങ്ങനെ നിങ്ങളെല്ലാവരും വിചാരിക്കും കാലത്ത് അടുക്കളയിലെ പണി മാത്രമാണ് ചെയ്യുള്ളൂ, പുറത്തൊന്നും ചെയ്യാറില്ലേന്ന്. അപ്പോൾ ഞാൻ എപ്പോഴും വീഡിയോ ഇടുമ്പോൾ അടുക്കളയിലെ പണി മാത്രം തന്നെയാണ് ഇടാറ്. പക്ഷേ ഞാൻ എന്നും മിറ്റടിക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്, പക്ഷേ വീഡിയോ എടുക്കാറില്ല എന്ന് മാത്രം. അപ്പോൾ ഞാൻ വേഗം പോയി മിറ്റൊക്കെ അടിച്ചു. ഭാവിച്ചെന്നോട് പറയാറുണ്ട് കേട്ടോ അമ്മ ഞാൻ മിറ്റടിക്കാമെന്ന്, പക്ഷേ പിന്നെ എണീറ്റ് കഴിഞ്ഞ് പഠിക്കാനൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അവൾ പഠിച്ചോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഇന്നലെ എൻ്റെ വണ്ടി കൊണ്ടുവന്നിട്ടില്ല, ഞാനും വിജയശേട്ടനും കൂടി അമ്മയുടെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു വൈകിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ വണ്ടി അവിടെ വീട്ടിൽ വെച്ചിട്ട് വിജയശേട്ടൻ്റെ വണ്ടിയിലാണ് വന്നത്. അപ്പം എന്നാൽ എനിക്ക് വിജയശേട്ടൻ പോകുമ്പോൾ തന്നെ കൂടെ പോകണം, അത് കാരണം ഇത്തിരി തിരക്കുണ്ട്. അപ്പം ഞാൻ അങ്ങനെ ഫ്രണ്ട് ഭാഗമൊക്കെ അടിച്ചതിന് ശേഷം സൈഡിലത്തെ മിറ്റൊക്കെ അടിച്ചു. അപ്പം അങ്ങനെ ഇത് ഞങ്ങളുടെ വീട്ടിലത്തെ നായയല്ല, ഇവിടെ അടുത്തുള്ള നായയാണ്, പക്ഷേ പേടിയൊന്നുമില്ല, അത് അവിടെ വന്ന് കിടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ മാളു എന്നാണ് വിളിക്കുക, മാളു എന്ന് വിളിച്ചപ്പോഴേക്കും അത് എനിക്ക് അങ്ങോട്ട് പോയി. അപ്പം അങ്ങനെ ഞാൻ മിറ്റൊക്കെ അടിച്ചതിന് ശേഷം പിന്നെ വേഗം വന്നിട്ട് പുട്ടൊക്കെ പാത്രത്തിലേക്ക് ഇടുകയാണ്. അപ്പോൾ ഇതുപോലെ 3 കുമ്പം പുട്ട് തന്നെ ഉണ്ടാക്കിയുള്ളൂ, അപ്പോൾ അത്ര മതി, അതന്നെ ധാരാളമാണ്. പിന്നെ ഉണ്ടെങ്കിൽ ഇവർ സ്കൂൾ വിട്ട് വന്ന് കഴിഞ്ഞാൽ കഴിച്ചോളൂല്ലോ, അത് കാരണം ഞാൻ പിന്നെ ഇത്തിരി അധികമൊക്കെ വെക്കണത്. അപ്പോൾ ഇടിയഞ്ചക്കയും വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം പുട്ട് കാസറോളിലേക്ക് വെച്ചതിന് ശേഷം പിന്നെ ഇടിയഞ്ചക്ക ചൂടാറാനായിട്ടേ അതൊന്ന് ചതച്ചെടുക്കണമല്ലോ, അപ്പോൾ ഞാൻ അത് ചൂടാറാനായിട്ട് വേഗം ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചു. അപ്പോൾ അതിൽ ചെറുതായിട്ട് വെള്ളമൊക്കെ ഉണ്ട്, പക്ഷേ എന്നാലും കുഴപ്പമില്ല, ഞാനതൊക്കെ ഒരു അരിപ്പ പോലത്തെ കയ്യിലായിരുന്നു, അതുകൊണ്ട് ഞാനതൊക്കെ വെള്ളം ഇല്ലാണ്ട്
ഊറ്റി അതൊക്കെ ഇങ്ങനെ ഇതാക്കിയിട്ട് എടുത്തതിന് ശേഷം അതൊന്ന് ഞാൻ ചൂടാറാനായിട്ട് കുറച്ച് നേരം വെച്ചു. അപ്പം അങ്ങനെ ചൂടാറി കഴിഞ്ഞാൽ അത് ചതച്ചെടുക്കാനായിട്ട് സുഖമാണല്ലോ. പിന്നെ ഇപ്പം നല്ല തണുപ്പൊക്കെ അല്ലേ, അപ്പം നിങ്ങളുടെ അവിടെയും തണുപ്പൊക്കെ ഇല്ലേ? നല്ല തണുപ്പും നല്ല മഞ്ഞൊക്കെയാണ്. അത് കാരണം എണീറ്റ് പക്ഷെ ഞാൻ കുളിക്കാനൊന്നും നിന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പതുക്കെ കുളിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട്. എന്നിട്ട് പിന്നെ ഒരുവിധ അടുക്കളയിലെ പണികളൊക്കെ കഴിഞ്ഞപ്പോൾ അത്യാവശ്യം പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. അപ്പം ഞാൻ വേഗം പാത്രങ്ങളൊക്കെ കഴുകാണ്. ചായ വെച്ച പാത്രങ്ങളും പിന്നെ ചായ കുടിച്ച പാത്രങ്ങളും പിന്നെ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല എന്നാലും പാത്രങ്ങളുണ്ട്, കുക്കറും അങ്ങനെയുള്ള പാത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ വേഗം കയ്യോടെ തന്നെ പാത്രങ്ങളൊക്കെ കഴുകട്ടെ, എന്നിട്ട് പിന്നെ ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ വേഗം പാത്രങ്ങളൊക്കെ കഴുകി. അപ്പം അങ്ങനെ നല്ല കടലക്കറി, നല്ല അടിപൊളി കടലക്കറിയാണ്, എനിക്ക് നല്ല ഇഷ്ടമാണ് ഇങ്ങനെ വെക്കണത്. അപ്പം അങ്ങനെ കടലക്കറി ആയി വന്നിട്ടുണ്ട്. പുട്ടും ഇത്രയും പുട്ടുണ്ടാക്കിയിട്ടുണ്ട്, പുട്ടുമായി വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം വേഗം ഞാൻ ഇടിയൻ ചക്കയും ചതച്ചെടുത്തു. ഞാൻ ഒരു പ്രാവശ്യം മിക്സിയുടെ ജാറിലൊന്നും അടിച്ചു നോക്കിയപ്പോഴേ പെട്ടെന്ന് വെന്തിങ്ങനെ പിടി പോലെ ആയപ്പോൾ പിന്നെ തോന്നി എനിക്ക് അങ്ങനെ വേണ്ടാന്ന്. അപ്പം ഞാൻ ചെറിയ ഉരലുണ്ടല്ലോ നമ്മൾ ഉള്ളിയൊക്കെ ചതയ്ക്കണത്, അതിൽ നന്നായിട്ട് ഞാനിങ്ങനെ ചെറുതായിട്ട് ചതച്ചെടുത്തു. അപ്പം അങ്ങനെ ഇടിയൻ ചക്ക ആയി വന്നപ്പോൾ ഞാൻ വേഗം ഉള്ളിമുളകൊക്കെ മൂപ്പിച്ചിട്ട് അതിലിട്ട് കൊടുത്തു. പക്ഷേ അമ്മയ്ക്ക് കൊണ്ടുപോകണമെന്ന് വിചാരിച്ചിട്ടൊക്കെയാണ് വെച്ചത്. തിരക്ക് പിടിച്ചിട്ട് ഈ ഉപ്പേരി ആക്കാനായിട്ട് മറന്നു. പക്ഷേ ഇങ്ങനെ എന്തെങ്കിലും ഉപ്പേരിയൊക്കെ ഉണ്ടെങ്കിൽ അമ്മയ്ക്ക് കൊണ്ടുപോകും. അമ്മയ്ക്ക് ഉപ്പേരിയും ഇതുപോലെ ഉണക്കമീനൊക്കെ നല്ല ഇഷ്ടമാണ്. അപ്പോഴേക്കും ചോറൊക്കെ വെന്ത് വന്നപ്പോൾ ഞാൻ വേഗം അതൊക്കെ വറുത്ത് വെച്ചു. അപ്പോഴേക്കും ബിജാഷേട്ടൻ എണീറ്റിട്ട് കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ ബിജാഷേട്ടനോട് പറഞ്ഞു ഒരു കഷ്ണം ഇല മുറിച്ച് തരാം, പുട്ട് അതിൽ പൊതിയാലോ, വാട്ടിയിട്ട് ഒരു പ്രത്യേക മണമല്ലേ. അപ്പോൾ ഞാൻ അങ്ങനെ വേഗം ഇലയൊക്കെ വാട്ടിയതിന് ശേഷം പുട്ടൊക്കെ വേഗം പൊതിഞ്ഞെടുക്കാനായിട്ട് നോക്കുകയാണ്. എന്നിട്ട് ഞാൻ വേഗം അതൊക്കെ അമ്മയ്ക്കുള്ളതൊക്കെ ആക്കി വെച്ചതിന് ശേഷം പിന്നെ ഞാൻ വേഗം ബിജാഷേട്ടനുള്ള ആക്കാനായിട്ട് നോക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഇടിയൻ ചക്കയും ഉപ്പേരിയും പിന്നെ ബിജാഷേട്ടനും അതേ ചെമ്മീൻ്റെ കറി ഉണ്ടായിരുന്നു, അതും കൂടിയിട്ടാണ് ആക്കിയത്. അപ്പോൾ ഞാൻ ചോറിൽ തന്നെ ഉപ്പേരി ഇട്ട് കൊടുത്തു. അപ്പോൾ ചോറിൽ ഉപ്പേരി ഇടുന്നതാണ് ആൾക്ക് ഇഷ്ടം, വേറെ പാത്രത്തിൽ ആക്കണ്ടെന്ന് പറയും. പിന്നെ പാത്രം കഴുകാനും നിൽക്കണം, പിന്നെ ബുദ്ധിമുട്ടല്ലേ. പിന്നെ ഞാൻ ചെമ്മീൻ്റെ കറി ഉള്ളത് ഇത്തിരി ഇങ്ങനെ വറ്റിച്ച പോലെ ആക്കിയിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ബിജാഷേട്ടനും അമ്മയ്ക്ക് കൊണ്ടുപോകാനുള്ള ചെമ്മീൻ കറി 2 പാത്രത്തിലാക്കി. അപ്പം അങ്ങനെ ചോറാക്കലൊക്കെ കഴിഞ്ഞു. ഇനി എനിക്ക് കുളിച്ച് വേഗം അടുക്കളയൊക്കെ ഒന്ന് തുടച്ചിട്ട് പിന്നെ എനിക്ക് ജോലിക്ക് പോകണം. പോണ വഴിക്ക് ഇത്തിരി നേരത്തെ ഇറങ്ങിയാലല്ലേ എനിക്കിത് ഭക്ഷണം കൊടുത്തിട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം നല്ല നല്ല വീഡിയോ ആയിട്ട് വരാം.